ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മെയിൻ വിഷൻ ചാനലിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നത് പ്രത്യേകിച്ച് പ്രവാസി സുഹൃത്തുക്കൾക്ക് വേണ്ടിയാണ്. കേരള ഗവൺമെൻറ്റിൻ്റെ പ്രവാസി ക്ഷേമനിധിയിൽ ഓൺലൈൻ വഴി നമുക്കെങ്ങനെ രജിസ്റ്റർ ചെയ്യാം നമുക്ക് നോക്കാം. അതെങ്ങനെയാണെന്ന് നമ്മളാദ്യം ഗൂഗിളിൽ പോയിട്ട് പ്രവാസി വെൽഫെയർ ഫണ്ട് എന്ന് ടൈപ്പ് ചെയ്യുക. അതിൽ ആദ്യം തന്നെ കാണുന്ന കേരള നോൺ റെസിഡൻറ്റ് കേരള വെൽഫെയർ ബോർഡ് എന്നുള്ള അഡ്രസ്സിൽ ക്ലിക്ക് ചെയ്യുക. ഇതിൽ ആദ്യം രജിസ്ട്രേഷൻ്റെ നിബന്ധനകളൊക്കെ നമുക്ക് വായിച്ചു നോക്കാം. രജിസ്ട്രേഷൻ്റെ എന്തൊക്കെ ചെയ്യണം, എന്തൊക്കെയാണ് അറ്റാച്ച് ചെയ്യേണ്ട ഫയലുകൾ, എന്തൊക്കെയാണ് അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്കിവിടെ വായിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം നമുക്ക് ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള മുകളിൽ ലെഫ്റ്റ് സൈഡ് കാണുന്ന ഓൺലൈൻ രജിസ്ട്രേഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിൽ താഴെ ഓൺലൈൻ രജിസ്ട്രേഷൻ എന്നുള്ള ഈ പേജ് സെലക്ട് ചെയ്യുക. ഇവിടെ നമുക്ക് കാണാം ഓൺലൈൻ രജിസ്ട്രേഷൻ്റെ ഫോമാണ് വന്നിട്ടുള്ളത്. നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ റെഡ് മാർക്ക്, അതായത് കമ്പൽസറി ആയിട്ടുള്ള എല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഫില്ല് ചെയ്ത് കൊടുക്കണം. അതിന് മുമ്പായിട്ട് നിങ്ങൾ ആദ്യം നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും ഒരു വൈറ്റ് പേപ്പറിൽ നിങ്ങൾ സൈൻ ചെയ്തതും സ്കാൻ ചെയ്ത് നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ സ്റ്റോർ ചെയ്ത് വെക്കുക. ഫോം ഫില്ല് ചെയ്യേണ്ടത് നമ്മൾ ഇംഗ്ലീഷിലാണ്. ഇവിടെ മുകളിൽ നോട്ട് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷിൽ മാത്രമേ ഫോം ഫിൽ ചെയ്യാൻ പാടുള്ളൂ. ഇനി നമുക്ക് നോക്കാം എന്തൊക്കെയാണ് അതിൻ്റെ പ്രൊസീജിയർ എന്ന്. ഇവിടെ ആദ്യം തന്നെ രജിസ്ട്രേഷൻ ടൈപ്പ്, അത് 3 ടൈപ്പ് രജിസ്ട്രേഷനാണ് ഇവിടെ ഉള്ളത്. ഒന്ന് പ്രവാസി കേരളീയർ, അതായത് ഇപ്പോഴും പ്രവാസിയായിട്ട് വിദേശത്ത് ജോലി ചെയ്യുന്നവർ. 2 തിരിച്ചു വന്ന പ്രവാസം അവസാനിപ്പിച്ചിട്ട് നാട്ടിൽ തിരിച്ചെത്തിയത്. മറ്റൊന്ന് പ്രവാസി കേരളീയൻ ബ്രാക്കറ്റിൽ ഭാരതം 2A എന്നുള്ളത്, അതായത് കേരളത്തിന് പുറത്ത് മറ്റ് സംസ്ഥാനങ്ങളിൽ പോയി ജോലി ചെയ്യുന്നവർ, അവിടെ താമസിക്കുന്നവർ. ഈ 3 വിഭാഗത്തിലാണ് ഇതിൽ രജിസ്റ്റർ ചെയ്യാൻ അർഹതയുള്ളത്. നമുക്കിപ്പോൾ വിദേശത്ത് ജോലി ചെയ്യുന്ന പ്രവാസികൾ ആദ്യത്തെ 1A എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. അതിനുശേഷം നമ്മൾ ഡിസ്ട്രിക്ട്, നമ്മുടെ ജില്ല ഏതാണെന്ന് ഇവിടെ ക്ലിക്ക് ചെയ്തിട്ട് തിരഞ്ഞെടുക്കുക. ശേഷം താലൂക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം വില്ലേജ്, നമ്മുടെ വില്ലേജ് ഏതാണെന്ന് വെച്ചാൽ ഇവിടെ നിന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. രജിസ്ട്രേഷൻ ഡേറ്റ് എന്നുള്ളത് ശേഷം ഫില്ല് ചെയ്യുന്ന അന്നത്തെ ഡേറ്റ് ഓട്ടോമാറ്റിക് വന്നിട്ടുണ്ടാവും. പിന്നെയുള്ളത് അപ്ലിക്കൻ്റ് നെയിം, അത് നമ്മുടെ പാസ്പോർട്ടിൽ അതേ നെയിം ടൈപ്പ് ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം മെയിൽ ഫീമെയിൽ എന്നുള്ളത് ഏതാണെന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. മറ്റുള്ളത് ഫാദർ, അച്ഛൻ്റെ പേര്, അല്ലെങ്കിൽ സ്ത്രീകളാണ് പൂരിപ്പിക്കുന്നതെങ്കിൽ ഭർത്താവിൻ്റെ പേരോ കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്ത് കൊടുക്കുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മുടെ അടുത്ത കോളത്തിൽ നമ്മുടെ വയസ്സ് ഏത് കാണിക്കും. അതിനുശേഷം നമ്മുടെ നാട്ടിലെ അഡ്രസ്സ് കൊടുക്കുക. ശേഷം നമ്മുടെ മൊബൈൽ നമ്പർ, ടെലിഫോൺ ലാൻഡ് നമ്പർ ഉണ്ടെങ്കിൽ ലാൻഡ് ഫോൺ നമ്പറും, അതിനുശേഷം ടെലിഫോൺ നമ്പറും കൊടുക്കുക. ഇനി 12ാമത്തെ കോളം കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ്, അതായത് ഇതേ അഡ്രസ്സാണ് നമ്മുടെ മുകളിൽ കൊടുത്ത പെർമനൻ്റ് അഡ്രസ്സ് തന്നെയാണ് കമ്മ്യൂണിക്കേഷൻ അഡ്രസ്സ് എന്ന് വെച്ചാൽ സെയിം ആണെങ്കിൽ നമ്മൾ ഈ കോളത്തിൽ പിക്ക് ചെയ്താൽ മതി. അതേ അഡ്രസ്സ് താഴോട്ട് വരും. അതിനുശേഷം നമ്മുടെ പിൻകോഡ് ഇവിടെ ടൈപ്പ് ചെയ്യുക. ശേഷം നമ്മുടെ ഇമെയിൽ ടൈപ്പ് ചെയ്യുക. 14ാമത്തെ കോളത്തിൽ പറയുന്നത് നോർക്ക, ഓൾറെഡി നിങ്ങൾ നോർക്ക മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ യെസ് എന്ന് കൊടുക്കുക. അതിനുശേഷം നോർക്കയുടെ കാർഡ് നമ്പർ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഞാനിപ്പോൾ നോർക്ക എടുത്തിട്ടില്ല, അതുകൊണ്ട് ഞാൻ നോ എന്നെടുക്കുന്നു. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് നമ്പർ, അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് എക്സ്പയറി ഡേറ്റ്, പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത സ്ഥലം, അതായത് നമ്മൾ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ളവർ
ഇവിടെ നിന്നാണ് പുതുക്കിയത് വെച്ചാൽ ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കുക. നാട്ടിൽ നിന്ന് പുതുക്കിയതോ അല്ലെങ്കിൽ പുതുതായി വന്ന പാസ്പോർട്ടാണെങ്കിൽ നാട്ടിൽ നിന്ന് പാസ്പോർട്ട് ഇഷ്യൂ ചെയ്ത പ്ലേസ് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ നിന്നാണ് എൻ്റെ പാസ്പോർട്ട് റിന്യൂ ചെയ്തത്, അതുകൊണ്ട് ഇവിടുത്തെ അഡ്രസ്സ് കൊടുക്കുന്നു. അതിനുശേഷം 16ാമത്തെ കോളത്തിൽ നമ്മൾ ഏത് ടൈപ്പ് ജോലിയാണ് ഗൾഫിൽ ചെയ്യുന്നത് വെച്ചാൽ അതിവിടെ സെലക്ട് ചെയ്യുക. അതിനുശേഷമുള്ളത് സ്പെസിഫൈ ദ നെയിം പ്ലേസ് വിച്ച് ആർ കറൻ്റ്ലി വർക്കിംഗ്. ഏത് രാജ്യത്താണ് നമ്മൾ ഉള്ളത് വെച്ചാൽ ആ രാജ്യം നമുക്ക് സെലക്ട് ചെയ്യാം ഇവിടെ. അതിനുശേഷം നമ്മൾ ജോലി ചെയ്യുന്ന സ്ഥലം സെലക്ട് ചെയ്യുക. നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലിയുടെ മുൻപ് ഏത് ജോലിയാണ് എന്തെങ്കിലും ചെയ്തിരുന്നെങ്കിൽ അത് നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതൊന്നും കമ്പൽസറി അല്ല. അത് റെഡ് മാർക്ക് വന്ന കാര്യങ്ങൾ മാത്രമേ നമ്മൾ നിർബന്ധമായിട്ടും പൂരിപ്പിച്ചു കൊടുക്കേണ്ടതുള്ളൂ. അതുപോലെ ഡേറ്റ് ഓഫ് റെസിഡൻസ് എന്ന് മുതലാണ് നമ്മൾ പ്രവാസം ആരംഭിച്ചത് വെച്ചാൽ ആ ഡേറ്റ് ടൈപ്പ് ചെയ്യുക. ഇനി പുതുതായി ഒരാൾ ഗൾഫിലേക്ക് വരാൻ നിൽക്കുന്ന ആൾക്ക് ഇത് മെമ്പർഷിപ്പ് ചെയ്തിട്ട് പോരണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ മാത്രമേ ഈ കോളം ഫില്ല് ചെയ്യേണ്ടതുള്ളൂ. അതിനുശേഷം നമ്മുടെ വിസ നമ്പർ, ഇക്കാമ നമ്പർ മതിയാവുമെന്ന് വിചാരിക്കുന്നു. ഞാനെൻ്റെ ഇക്കാമ നമ്പർ കൊടുക്കുന്നു. നമ്മുടെ വിസയുടെ ഡീറ്റെയിൽസാണ്, വിസ എക്സ്പയറി ഡേറ്റും വിസയുടെ നമ്പറുമാണ് ചോദിക്കുന്നത്. നെയിം ഓഫ് കൺട്രി ഇഷ്യൂഡ് ഏതെന്ന് വെച്ചാൽ നമ്മൾ രാജ്യം വീണ്ടും കൺട്രി സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മുടെ ഇവിടുത്തെ അഡ്രസ്സ്, ഗൾഫിലെ അഡ്രസ്സ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം നമ്മുടെ വിദ്യാഭ്യാസ യോഗ്യത സെലക്ട് ചെയ്യുക. നമ്മുടെ മതം, ജാതി, SC, ST, OBC ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് സെലക്ട് ചെയ്യാം. അതിനുശേഷം മാരിറ്റൽ സ്റ്റാറ്റസ്, നമ്മുടെ വിവാഹിതനാണോ അല്ലയോ വിവാഹമോചിതനാണോ എന്നുള്ളതൊക്കെ ഇവിടെ സെലക്ട് ചെയ്യുക. 23ാമത്തെ കോളത്തിൽ പറയുന്നത് നമ്മൾ ഇതിനു മുൻപ് ഏതെങ്കിലും വെൽഫെയർ ബോർഡത്തിൽ മെമ്പർ ആയിട്ടുണ്ടെങ്കിൽ കേസിനെ ക്ലിക്ക് ചെയ്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ്, നമ്പറും ഇവിടെ ഏത് വെൽഫെയറിലാണ് നമ്മൾ മറ്റേതെങ്കിലും വെൽഫെയർ ബോർഡത്തിൽ അംഗമാണെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ സെലക്ട് ചെയ്യാൻ കഴിയും. അതിനുശേഷം അതിൻ്റെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കാം. ഞാനിപ്പോൾ ഒന്നിലും രജിസ്റ്റേർഡ് അല്ല, അവിടെ നോന്ന് കൊടുത്തു. അതിനുശേഷം 24ാമത്തെ കോളത്തിൽ പറയുന്നത് അതായത് നാട്ടിൽ ഏതെങ്കിലും ഗവൺമെൻറ് അല്ലെങ്കിൽ അർദ്ധ ഗവൺമെൻറ് സ്ഥാപനത്തിൽ ജോലി ചെയ്തിട്ട് ആ ജോലി താൽക്കാലികം ലീവ് എടുത്തിട്ട് വിദേശത്ത് വന്ന് ജോലി ചെയ്യുന്നവരാണെങ്കിൽ ജസ്റ്റ് എന്ന് കൊടുത്തിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് താഴെ കൊടുക്കുക. മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കാനുണ്ടെങ്കിൽ ഇവിടെ ടൈപ്പ് ചെയ്യുക. ഏറ്റവും അവസാനമായിട്ട് നമ്മുടെ മരണശേഷം ഈ ഫണ്ട്, അതായത് പെൻഷനും കാര്യങ്ങളും ഈ ഒരു പ്രവാസി ക്ഷേമ നിധിൻ്റെ ആനുകൂല്യങ്ങൾ ആർക്കാണ് ലഭിക്കുന്നത് വെച്ചാൽ അതിവിടെ കൊടുക്കുക. ആരാണോ, അച്ഛനാണോ, ഭാര്യയാണോ, മക്കളാണോ, ആരുടെ പേരാണെന്ന് വെച്ചാൽ നമുക്കിവിടെ സെലക്ട് ചെയ്യാം. അതിനുശേഷം എത്ര ശതമാനമാണ് അവർക്ക് ഇതിൻ്റെ ലഭിക്കേണ്ടത് വെച്ചാൽ അതിൻ്റെ ശതമാനം നമുക്കിവിടെ ടൈപ്പ് ചെയ്യാം. അതിനുശേഷം നമ്മൾ ലാസ്റ്റ് ഈ ചൂസ് ഫോട്ടോ എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്തിട്ട്, ഞാൻ ആദ്യം പറഞ്ഞു നമ്മുടെ ഒരു പാസ്പോർട്ട് സൈസ് ഫോട്ടോയും നമ്മൾ ഒരു വൈറ്റ് പേപ്പറിൽ സൈൻ ചെയ്തതും നമ്മൾ ആദ്യം സിസ്റ്റത്തിൽ സ്കാൻ ചെയ്ത് വെക്കേണ്ടതുണ്ട്. അതിനുശേഷം നമ്മുടെ പാസ്പോർട്ട് സൈസ് ഫോട്ടോ നമുക്ക് ഇവിടുന്ന് സെലക്ട് ചെയ്യാം. സെലക്ട് ചെയ്ത് ചൂസ് ഫയലിൽ സെലക്ട് ചെയ്ത് ഓപ്പൺ അടിക്കുക. അതിനുശേഷം
ചൂസ് ഫയൽ എന്നിടത്ത് സിഗ്നേച്ചർ നമ്മൾ സ്കാൻ ചെയ്ത് വെച്ച സിഗ്നേച്ചർ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ നമ്മൾ വൈറ്റ് പേപ്പർ സ്കാൻ ചെയ്ത് വെച്ച് അതിവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം മുകളിൽ റൈറ്റ് സൈഡിൽ സബ്മിറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ഇവിടെ മുകളിൽ അതിൻ്റെ ഡീറ്റെയിൽസ് ആപ്ലിക്കേഷനിൽ നമുക്ക് കാണാം. നമ്മൾ ഫിൽ ചെയ്ത കാര്യങ്ങൾ ഒന്നുകൂടി വായിച്ച് കറക്റ്റ് അല്ല എന്ന് നോക്കുക. അതിൻ്റെ ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്ന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്കിതിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ട് ചേഞ്ച് ഡാറ്റ എന്ന് കൊടുക്കാം. ഇവിടെ ചേഞ്ച് ഡാറ്റ എന്ന് കൊടുത്തിട്ട് നമുക്ക് പിന്നിൽ പോയിട്ട് എന്തെങ്കിലും ചേഞ്ച് ചെയ്യണമെങ്കിൽ ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ സബ്മിറ്റ് ചെയ്യുക. അതിന് ഇവർ പറയുക സേവ് ആൻഡ് ഡാറ്റ ആൻഡ് പേ എന്നുള്ളതിൽ താഴെ ക്ലിക്ക് ചെയ്യുക. അതിന് 200 രൂപയാണ് ഇത് ചാർജ് ചെയ്യുന്നത്. അതിൻ്റെ 1.5% രജിസ്ട്രേഷൻ ഫീസിന് കൂടെ സർവീസ് ചാർജായിട്ട് 1.5, അതേ 3 രൂപ അധികം കൊടുക്കണം. 203 രൂപയാണ് നമ്മൾ പേ ചെയ്യേണ്ടത്. ഈ എമൗണ്ട് റീഫണ്ടബിൾ അല്ല എന്നൊക്കെ മുകളിൽ എഴുതിയിട്ടുണ്ട്. അതിന് നമ്മൾ സബ്മിറ്റ് ചെയ്യുന്നതിന് മുൻപായിട്ട് ശരിക്കും നമ്മുടെ ഡീറ്റെയിൽസ് ഒന്ന് വായിച്ച് നോക്കുക, തെറ്റില്ല എന്ന് ഉറപ്പുവരുത്തുക. അതിനുശേഷം സേവ് ഡാറ്റ ആൻഡ് പേ എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് കാണാം യുവർ ആപ്ലിക്കേഷൻ ഈസ് അക്സെപ്റ്റഡ്. അതിൻ്റെ ആപ്ലിക്കേഷൻ നമ്പർ നമുക്കിവിടെ ലിസ്റ്റ് ചെയ്യും. അത് ഓക്കെ എന്ന് പ്രസ് ചെയ്യുക. ഇനി നമ്മൾ ക്രെഡിറ്റ് കാർഡോ ഡെബിറ്റ് കാർഡോ ഇൻ്റർനെറ്റ് ബാങ്കിങ്ങോ വഴി നമുക്ക് 203 രൂപ പേ ചെയ്യാം. ഞാനിപ്പോൾ എൻ്റെ ഡെബിറ്റ് കാർഡ് യൂസ് ചെയ്തിട്ട് ഇവിടെ പേ ചെയ്യുകയാണ്. ആദ്യം ഡെബിറ്റ് കാർഡിൻ്റെ നമ്പർ കൊടുക്കുക. ഡെബിറ്റ് കാർഡ് അതായത് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ATM കാർഡ്. അതിനുശേഷം അതിൻ്റെ എക്സ്പയറി മന്ത്, എക്സ്പയറി ഇയർ, കാർഡിൻ്റെ എക്സ്പയറി മന്ത്, ഇയർ ആൻഡ് CVV കാർഡിൻ്റെ പിന്നിലുള്ള 3 അക്ക ഡിജിറ്റ് ടൈപ്പ് ചെയ്യുക. അതിനുശേഷം കാർഡ് ഹോൾഡർ നെയിം, നമ്മുടെ കാർഡിലുള്ള പേര്, നമ്മുടെ പേര് അതുപോലെ ടൈപ്പ് ചെയ്യുക. ശേഷം മേക്ക് പേയ്മെൻറ്റ് എന്ന് ക്ലിക്ക് ചെയ്യുക. ബാങ്കിൻ്റെ OTP നമ്മുടെ മൊബൈലിലേക്ക് വരും. എൻ്റർ ചെയ്തിട്ട് സബ്മിറ്റ് ചെയ്യുക. ഇപ്പോൾ നമുക്ക് കാണാം രജിസ്ട്രേഷൻ ആൻഡ് പേയ്മെൻറ്റ് സക്സസ്ഫുള്ളി കംപ്ലീറ്റഡ്. ഓക്കെ എന്ന് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്ക് ഇതുപോലത്തെ ഒരു ഡോക്യുമെൻറ്റ് പേജ് ലഭിക്കുന്നതാണ്. ഇതിൽ റൈറ്റ് സൈഡിൽ മുകളിലായിട്ട് ഒരു ഡൗൺലോഡിൻ്റെ ചിഹ്നം കാണാം. അതിൽ ക്ലിക്ക് ചെയ്തിട്ട് നമുക്കിത് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കുക. ഇതിൻ്റെ ബാക്കിയുള്ള കാർഡും ഡീറ്റെയിൽസൊക്കെ നമുക്ക് പോസ്റ്റൽ വഴി നമ്മൾ കൊടുത്ത അഡ്രസ്സിൽ ലഭിക്കുന്നു. ഓക്കെ ഫ്രണ്ട്സ്, വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെടുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ പ്രവാസി സുഹൃത്തുക്കളിലേക്ക് ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്. വാട്സപ്പ് വഴിയോ ഫേസ്ബുക്ക് വഴിയോ ഷെയർ ചെയ്യുക. അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതുപോലെ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.